കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേത്യ എസ് രാജേഷാണ് മരിച്ചത്. 11 വയസ്സുകാരിയാണ് നേത്യ. അപകടത്തിൽ 13 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥിനികളുമായി പോയ ബസ്സാണ് മറിഞ്ഞത്. ക്ലാസ്സിന് ശേഷം വിദ്യാർത്ഥികളുമായി മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. സർവീസ് റോഡിൽ നിന്നും സംസ്ഥാന ഹൈവേയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. പരിക്കേറ്റ മറ്റ് കുട്ടികളുടെ നില ഗുരുതരമല്ലെന്നാണ് സൂചന. അപകട സമയത്ത് 15 കുട്ടികളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിനിടെ ഒരു കുട്ടി പുറത്തേക്ക് തെറിച്ചു വീണ് ബസ്സിനടിയിൽപ്പെട്ടു. സംഭവം നടന്ന ഉടൻ നാട്ടുകാർ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും കുട്ടികളെ തളിപ്പറമ്പ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതേസമയം റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ സ്ഥിരം അപകടമുണ്ടാവാറുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സമാനമായി ഇക്കഴിഞ്ഞ നവംബറിൽ കണ്ണൂർ കേളകത്ത് നാടക സംഘത്തിന്റെ ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചിരുന്നു. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടതും. അപകടത്തിൽ 2 പേരാണ് മരണപ്പെട്ടത്. 12 പേർക്ക് പരിക്കുമുണ്ടായിരുന്നു. കേളകം മലയാമ്പാടി റോഡിലെ എസ് വളവിൽ വെച്ച് നാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് മറിഞ്ഞത്. വയനാട്ടിലെ ബത്തേരിയിലേക്ക് പോകുകയായിരുന്നു സംഘം. നെടുമ്പോയിൽ വാടി റോഡിൽ പേരിയ ചുരത്തിലെത്തിയപ്പോൾ വഴി ബ്ലോക്കാണെന്നറിഞ്ഞ് കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡിലേക്ക് പോകുന്നതിനാണ് എളുപ്പവഴിയിലൂടെ സംഘം കേളകത്തേക്ക് പോയത്. 1 കിലോമീറ്ററോളമുള്ള കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി മലയാമ്പിടിയിലെത്തിയ ശേഷം ചെറിയ ഇറക്കത്തിലെ വളവിൽ എത്തിയപ്പോഴാണ് അപകടവും സംഭവിച്ചത്. വാഹനത്തിന്റെ മുൻസീറ്റിലിരുന്ന ആളാണ് മരിച്ചത്. താഴെയുള്ള കുഴിയിലേക്ക് മുൻഭാഗം കുത്തിവീണ വാഹനം ചെറിയൊരു മരത്തിൽ തങ്ങിയാണ് നിന്നതും. വാഹനം മാറ്റാനുള്ള നടപടികൾ പിന്നീട് പോലീസ് വന്നാണ് നടത്തിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.